കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു, കോളേജില് ഫസ്റ്റ് റാങ്ക് കിട്ടിയതിന്റെ പേരില് നന്ദയ്ക്ക് അരുന്ധതി ആ വലിയ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്, ഒരു വലിയ നെക്ലേസ് തന്നെ. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. കാരണം നന്ദയ്ക്ക് ഈ വീട്ടിലെ സ്ഥാനം കൊടുക്കുന്ന പിങ്കിക്കോ അല്ലെങ്കിൽ പവിത്രയ്ക്കോ ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നില്ല. പിന്നീട് നെക്ലേസ് കഴുത്തിൽ അണിയിച്ചു കൊടുക്കും അരുന്ധതി. നന്ദയോട് പറഞ്ഞു, ഇതൊന്നും മോള് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയാ. നന്ദ പറഞ്ഞു, ഇതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു വല്യമ്മ, എനിക്ക് വല്യമ്മയുടെ സ്നേഹം മാത്രം മതി എന്ന് പറയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല മോള്, ഈ കുടുംബത്തിന്റെ ഐശ്വര്യമാണിപ്പം. ഈ അന്തസ്സും അഭിമാനവും എല്ലാം കാത്തു സൂക്ഷിക്കുന്നത്. ഒരു പക്ഷേങ്കില് ഇവിടെ നിന്റെ വല്യച്ഛൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വല്യച്ഛനായിരുന്നായിരിക്കും എന്ന് പറയാം. ഒരു ഡോക്ടറല്ലേ ഈ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നേ, അപ്പൊ ഈ നല്ല നിമിഷം നമ്മൾ ആഘോഷിക്കണ്ടേ. അത് മാത്രമല്ല, നാളെ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങില് മോൾ ഇത് ഇട്ടുകൊണ്ട് വേണം പോകാനെന്ന് പറയാ. ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു, പിന്നെ അവാർഡ് ദാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത് വലിയ ഫംഗ്ഷൻ ഒന്നും അല്ലാന്ന് പറയാ. ആര് പറഞ്ഞു വലിയ ഫംഗ്ഷൻ അല്ലെന്ന്? മിനിസ്റ്ററൊക്കെ വരുന്ന ഫംഗ്ഷൻ അല്ലേ പിങ്കി? അപ്പൊ നന്ദമോള് നന്നായിട്ട് ഒരുങ്ങി വേണ്ടേ പോവാനെന്ന് ലക്ഷ്മി ചോദിക്കുക. ലക്ഷ്മിക്ക് മനസ്സിലായി പിങ്കിയുടെ അസൂയയും കുശുമ്പും എത്ര മാത്രമാന്ന്. പിങ്കി ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അത് കിട്ടാനായിട്ട്. അതിന്റെ മൂല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഒരു നെക്ലേസ് മാത്രമല്ല, പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതാണ്. അതാണ് നന്ദയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് പിങ്കിക്ക് പിന്നെ ഇഷ്ടപ്പെടുവോ? പിങ്കിയുടെ മുഖം അങ്ങോട്ട് മാറി. അത് അർജുനും ശ്രദ്ധിച്ചു. അർജുൻ പറഞ്ഞു, എന്ത് പറ്റി പിങ്കി, നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? നെക്ലേസ് കിട്ടാത്തന്റെ ആണെന്ന് ചോദിക്കും. പിന്നെ നെക്ലേസ് കിട്ടാത്തന്റെ, എനിക്ക് ഇതല്ല, ഇതില് വേണമെങ്കിൽ 9 വേണമെങ്കിലും എന്റെ അച്ഛനോട് പറഞ്ഞാൽ വാങ്ങിച്ചു തരുമെന്ന് പറയാം. അർജുൻ പറഞ്ഞു, വാങ്ങിച്ചു തരും, പക്ഷേങ്കിൽ ഇതിനത്ര മൂല്യം കാണത്തില്ലെന്ന് പറയാം. ഇത് പാരമ്പര്യമായിട്ട് ഇന്ത്യവരത്തുള്ളതല്ലേ, അതല്ലേ നന്ദടത്തേക്ക് കിട്ടിയിരിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പം ലക്ഷ്മിയമ്മ ശരിയാണ്, എനിക്ക് പോലും ഇതുവരെ ആയിട്ടും ഏട്ടത്തി തന്നിട്ടില്ല, നന്ദയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം നന്ദേനെ അത്ര മാത്രം ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ആ കൊടുത്തിരിക്കുന്നു പറയാം. ഇതും കൂടെ കേട്ടപ്പോൾ ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിപ്പോയി പിങ്കി. മോഹിനി പറഞ്ഞു, അല്ലെങ്കിലും ഇവിടെ അങ്ങനെയാണല്ലോ, ഏട്ടത്തിക്ക് പണ്ടത്തെ പോലെ ഒന്നുമല്ല, നല്ല തിരിച്ചു വ്യത്യാസമാണെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അരുന്ധതി പറഞ്ഞു, ഞാൻ എന്ത് തിരിച്ചു വ്യത്യാസം കാണിച്ചെന്ന് നീ പറയണേ? അല്ല, ഒരു കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കേ, നന്ദ ഈ കുടുംബത്തില് ഐശ്വര്യല്ലേ കൊണ്ടുവന്നിരിക്കുന്നേ. അവള് ഒരു ഡോക്ടറാകാൻ പോവാണ്. ഈ കുടുംബത്തിന് അന്തസ്സും അഭിമാനം അവള് കാത്തു സംരക്ഷിച്ചിരിക്കുന്നേ. നീ എന്താ മോഹിനി ചെയ്തേ? നിനക്ക് തരാൻ പാകത്തിന്, അല്ലെങ്കിൽ നിന്റെ മരുമോൾക്ക് തരാൻ പാകത്തിന് അവൾ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കുക. ഇത് കേട്ടതും അവളുടെ മോഹിനിയുടെ വായം കണ്ടടഞ്ഞു. എന്തേലും പറയാൻ പറ്റുമോ? ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതത്തിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. പെട്ടെന്ന് ഗൗതം എന്ത് ചെയ്യോ, ഫോണും എടുത്തോണ്ട് അങ്ങോട്ട് മാറിപ്പോണം. അഭിരാമിയാണ് വിളിച്ചത്. അഭിരാമി വിളിച്ചിട്ട് പറഞ്ഞു, ഗൗതം സാർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറയാണ്. അത് കേട്ടപ്പം ഗൗതം പറഞ്ഞു, ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറയാം. അങ്ങനെ ഗൗതം ഫോൺ വെച്ചിട്ട് ഗൗതം നേരെ മുകളിലേക്ക് കയറി പോവാണ്. ഈ സമയം നന്ദയ്ക്ക് ഒരു പന്തികേട് തോന്നി. കാരണം ഫോൺ വന്നേ കോളും എടുത്തിട്ട് അങ്ങ് മാറിപ്പോയി സംസാരിച്ചിട്ട് മുകളിലേക്ക് കയറി പോയിരിക്കുന്നത്. അങ്ങനെ നന്ദ മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഗൗതം റെഡിയാകുമായിരുന്നു പുറത്തു പോകാനായിട്ട്. അല്ല ഗൗതം സാർ ഇത് എങ്ങോട്ട് പോവാ? എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോകണമെന്ന് പറയാ. എങ്ങോട്ട് പുറത്തു പോകാനായിട്ട്? ഇപ്പൊ ഒരിടത്തേക്കും പോണില്ല. അതെ, നാളെ എന്റെ അവാർഡ് ദാന ചടങ്ങാ, അതിനൊക്കെ വരണം, അതുകൊണ്ട് അതിനൊക്കെ പങ്കെടുക്കണ്ട. ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഗൗതം സാറിനെ വിളിച്ചാൽ പോലും കിട്ടത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ ഞാൻ വിടത്തില്ലെന്ന് പറയാം. ഇത് കേട്ട നന്ദയോട് പറഞ്ഞു, അതെന്താ? എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യ. ഇതേ വെറുതെ എന്നോട് തടസ്സം പറയരുത്, വെറുതെ എന്നെ വിലക്കരുത്, അതിന് കാര്യമില്ല. ഇനിയിപ്പൊ നീ എന്തൊക്കെ വിലക്കെന്ന് പറഞ്ഞാലും ഞാൻ പോകേണ്ട കാര്യത്തിന് ഞാൻ പോകുന്നു പറയാം. നന്ദ പറഞ്ഞു, ആഹാ, അന്നൊന്ന് പോകുന്നൊന്ന് കാണണമല്ലോ, ഞാൻ വിടത്തില്ല എന്ന് പറയാം. നന്ദ വെറുതെ വഴക്കുണ്ടാക്കാൻ വരണ്ട, അറിയാലോ. ഈ സമയത്ത് ഗൗതം അവിടെ ഫോൺ വെച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യായിരുന്നു. പെട്ടെന്ന് നന്ദ പറഞ്ഞു, എന്നാ ഞാൻ നോക്കട്ടെ ആരാ വിളിച്ചെന്ന്, ഇത്ര അത്യാവശ്യക്കാരാരാന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞ് നന്ദ കോൾ എടുത്ത് നോക്കുവാണ്. നോക്കിയപ്പോഴും അഭിരാമിയാണ്. പെട്ടെന്ന് ഗൗതം ഒന്ന് ഞെട്ടിപ്പോയി. അഭിരാമിയുടെ കോളാന്ന് അറിഞ്ഞിരിക്കുന്ന നന്ദയ്ക്ക് മനസ്സിലായി അഭിരാമിയാണ് വിളിച്ചിരിക്കുന്നത്. നന്ദ പെട്ടെന്ന് പറഞ്ഞു, ഓഹോ, അപ്പൊ അതാണല്ലേ ഗൗതം സാർ പെട്ടെന്ന് പോന്നെ, അഭിരാമിന്റെ അടുത്തേക്കാ പോണല്ലേ? ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായെന്ന് പറയാം. നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം ദേഷ്യം വന്നു. നന്ദ എന്നിട്ട് ചോദിച്ചു, പിന്നെ എന്തിനാ ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്നേ? അഭിരാമി വിളിക്കുന്നിടത്തല്ലേ പോകാനാണെങ്കിൽ എന്റെ കഴുത്തിൽ ഈ താലി കെട്ടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, അപ്പൊ ഞാൻ ആരാ ഗൗതം സാറിന്റെ എന്നും പറഞ്ഞുകൊണ്ട് ആ താലിയും കൂടെ ഉയർത്തി കാണിക്കുകയാണ്. ഈ താലിക്ക് ഒരു വിലയില്ലേന്ന് ചോദിക്കാം. നന്ദ വെറുതെ നീ അനാവശ്യം ഒന്നും പറയരുന്ന് പറയാം. പിന്നെ അനാവശ്യമാണോ ഞാൻ പറഞ്ഞത്? ഈ കഴുത്തിൽ ഈ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരവാദിത്വമില്ലേ ഗൗതം സാറിന്? അതിന്റെ പവിത്രതയില്ലേ ഈ താലിക്ക്? ഗൗതം സാറ് എന്നെ വഞ്ചിക്കുവാണെന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ടെന്ന് പറയാം. നന്ദ എന്തൊക്കെയാ നീ പറയണേ? അന്നെങ്കിൽ സത്യം പറ, ഈ അഭിരാമി ആരാ? അവള് വിളിച്ചിട്ടാണല്ലോ ഗൗതം സാർ ഇപ്പൊ ഇത്ര വെപ്രാളപ്പെട്ട് ഓടുന്നേ. അതെ, അതൊന്നും പറഞ്ഞു വെക്കാനുള്ള സമയം എനിക്കില്ല. എനിക്കിപ്പോ അർജന്റായിട്ട് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്
ഗൗതം അങ്ങോട്ട് പോവാ. നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷനായി പോയി. ഗൗതം അങ്ങനെ താഴേക്ക് ചെല്ലുമ്പോൾ അരുന്ധി വെച്ചു, അല്ല ഗൗതം നീ ഇതെങ്ങോട്ടാ പോണേ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണമെന്ന് പറയാ. ഇന്നൊന്നും പോകണ്ട. അതെ, നാളെ നന്ദയുടെ ചടങ്ങല്ലേ, നന്ദയ്ക്ക് ആദരവ് കിട്ടുന്ന ദിവസമല്ലേ, അപ്പൊ അവാർഡ് ദാന ചടങ്ങിനൊക്കെ പോകണം. അതുകൊണ്ട് നീ ഇപ്പോൾ ഒരിടത്തേക്കും പോകണ്ടെന്ന് പറയാം. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, അതെ അത് നാളെയല്ലേ, നാളത്തെ ഫംഗ്ഷൻ അല്ലേ, അപ്പൊ നാളത്തെ കാര്യം നാളെ ആ സമയത്ത് ഞാൻ അവിടെ എത്തിയാൽ പോരെ, ഞാൻ ഇങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നാളെന്ന് പറയാം. ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ നീ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം, അറിയാലോ, ഇല്ലെങ്കിൽ പിന്നെ നീ പോയിട്ടുണ്ടെങ്കിൽ നീ വിളിച്ചാൽ ചില ഫോണും കൂടെ എടുക്കുന്നു വരില്ല. നാളത്തെ ചടങ്ങിന് നീ ഉണ്ടായിരിക്കണം, മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ഈ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ചെന്നേക്കണമെന്ന് നമ്പ്യാർ സാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, നാളത്തെ ചടങ്ങിന് എന്തായാലും ഞാൻ ഉണ്ടാവും, ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നാളെന്ന് പറഞ്ഞ് ഗൗതം അങ്ങോട്ട് പോവാ. നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി. നന്ദ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പിങ്കി അങ്ങ് കയറി വരുന്നേ. പിങ്കി വന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടാ ഗൗതം പോയത്, വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കണം നന്ദയോട്. നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷനായി. നന്ദ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറയാം. അവള് വിളിച്ചിട്ടായിരിക്കും പോയത്, കോള് വന്നിട്ട് ഉടനെ എന്നെ പോയതല്ലേന്ന് ചോദിക്കും. നന്ദ പറഞ്ഞു, അതെ അഭിരാമിയെ വിളിച്ചേ, അവള് വിളിച്ചിട്ടാ പോയെന്ന് പറയണം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നന്ദേ, ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ടെന്ന്. ഗൗതം നമ്മിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ആ അഭിരാമിയായിട്ട് ഗൗതത്തിന് എന്തോ ഒരു ബന്ധമുണ്ട്, അതെന്താന്ന് ആദ്യം കണ്ടുപിടിക്കണം. അല്ലേ കണ്ടോ, ഈ ഇന്ത്യവരത്തെ മുഴുവൻ ഗൗതം ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയാം. അങ്ങനെ നന്ദയുടെ മനസ്സിലേക്ക് ഇങ്ങനെ എരിപൊരി കയറ്റി വിടുവാണ്. പാവം നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായി. ഒന്നാമത്തെ കാര്യം വിഷമിച്ചിരിക്കുക. ആ സമയത്താണ് പിങ്കി വന്ന് ഈ കാര്യം കൂടെ പറയണേ. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ നന്ദ ഇരിക്കുക. പിന്നീട് പിങ്കി മുറിയിലേക്ക് പോവാണ്. അങ്ങനെ മുറിയിലേക്ക് ഫോണിൽ കഴിയുമ്പോഴത്തേനും പിങ്കിയുടെ ഫോൺ ബെല്ലടിക്കുന്നേ. എന്തോ കഴിയുമ്പോഴത്തേനും പുഷ്പേട്ടനാണല്ലോ വിളിക്കുന്നേ. ഇതെന്ത് പറ്റി എന്നോർത്ത് പെട്ടെന്ന് തന്നെ പിങ്കി കോൾ എടുക്കുക. അവർ പക്ഷേങ്കിൽ അങ്ങോട്ട് മാറിപ്പോയി സംസാരിക്കുക. അർജുൻ എങ്ങാനും വന്ന് കേട്ടണെങ്കിൽ ആരാ എന്താന്നൊക്കെ നൂറ് ചോദ്യങ്ങളൊക്കെ വരും. അത് പ്രശ്നമോ. പിന്നീട് പിങ്കി അങ്ങോട്ട് മാറിപ്പോവാണ്. എന്താ പുഷ്പേട്ട, എന്താ വിളിച്ചേന്ന് ചോദിക്കും. എന്താ പിങ്കി മോളെ, സുഖമൊക്കെ അല്ലേന്ന് ചോദിക്കും. കുഴപ്പമില്ല, അങ്ങോട്ട് പോണേന്ന് പറയാ. അതേ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കണേന്ന് പറയാം. ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് പറ്റി, പുഷ്പേട്ടൻ എന്തെങ്കിലും പറ്റിയോന്ന് ചോദിക്കാം. അതെ എനിക്ക് പറ്റി, എൻ്റെ കൈക്ക് ചെറിയൊരു മുറിവുണ്ടായി, അപ്പം അതിന് മരുന്ന് വാങ്ങാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറയാം. ആ സമയത്താണ് ഞാനൊരു കാഴ്ച കണ്ടെന്ന് പറയാം. ഇവിടെ കാഴ്ച കണ്ടോ, എന്ത് കാഴ്ച? അതെ മോൾക്ക് ഉപകരിക്കുന്ന ഒരു കാഴ്ചയാ. പക്ഷേങ്കിലേ ആ കാഴ്ച എന്താന്ന് പറയുകയാണെങ്കിലേ എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയാം. പൈസ വേണം എന്തിന്? ഇവിടെ ബില്ലടയ്ക്കാൻ പോലും പൈസ ഇല്ല, ഞാൻ നിൽക്കുക. എനിക്ക് കുറച്ച് പൈസ തരുവാണെങ്കിൽ മോൾക്ക് ഉപകരിക്കുന്ന ഒരു കാഴ്ചയാന്ന് പറയണത്. എനിക്ക് പ്രയോജനപ്പെടുന്ന കാഴ്ചയോ? അതെന്ത് കാഴ്ച? അതൊക്കെ പറയാം. എനിക്ക് പൈസ കുറച്ച് വേണം, തരാൻ പറ്റുമില്ല, ആദ്യം അത് പറ, എന്നിട്ടല്ലേ ഞാൻ പറയണേ. ശരി ഞാൻ പറയാം, അല്ല ഞാൻ തരാം. എന്താന്ന് വെച്ചാൽ പുഷ്പേട്ടൻ ആദ്യം കാര്യം പറ. എന്നാൽ ശരി, എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടാൽ മതി എന്ന് പറയാം. എനിക്ക് പിങ്കുമോളെ വിശ്വാസം, പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് എനിക്കറിയാം. അതെ ഞാൻ ഇവിടെ വെച്ച് ഗൗതം സാറിനെ കണ്ടെന്ന് പറയണേ. ഗൗതം സാറിനെ കണ്ടോ? അതെ. അല്ല ഗൗതം സാറിനെ എവിടെ വെച്ച് എങ്ങനെ കണ്ടു? പിങ്കിക്ക് ആ പാടെ സംശയമായി. അതെ ഗൗതം സാറ് മാത്രമല്ല ഉണ്ടായിരുന്നേ, ഗൗതം സാറിന്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അറിയാം. പെണ്ണോ? അതെ പെണ്ണെന്ന് പറഞ്ഞാൽ അവള് വെറും പെണ്ണൊന്നുമല്ല, അവൾ പ്രഗ്നന്റും കൂടെ ആന്ന് പറയണം. ഗർഭിണിയാ. അവളെ താങ്ങി പിടിച്ചോണ്ട് ഗൗതം സാർ എല്ലാവരുടെ സ്കാനിങ് റൂമിലേക്ക് പോകുന്നുണ്ടോ. ഇത് കേട്ടതും പിങ്കി ഒന്ന് ഞെട്ടി. അല്ല ഗൗതം സാറിനെ തന്നെയാണോ കണ്ടേന്ന് ചോദിക്കുകയാണ്. അതേന്നേ, എനിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, ഗൗതം സാറിനെ തന്നെയാണ് ഞാൻ കണ്ടത്. അവളെ താങ്ങി പിടിച്ച അവള് ഗൗതം സാറിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേർന്ന് നിപ്പ് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവിഹിത ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നേ. ഒന്നെങ്കിൽ എന്തോ ഒരു സംതിങ് ഉണ്ട്, അതെന്താണെന്നും അറിയത്തില്ല. ഇത് കേട്ടതും പിങ്കിയിലൊരു ഞെട്ടണ്ടായി. ഒരു പക്ഷെ അഭിരാമി ആയിരിക്കും അത്. ഈ സമയം ചോദിച്ചു, അല്ല പുഷ്പേട്ടൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് നിൽക്കും. അത് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന് പറയാം. ശരി പുഷ്പേട്ടൻ ഫോൺ വെച്ചോളാൻ പറയാണ്. പിന്നീട് പിങ്കി ആലോചിച്ചു, ഒരു പക്ഷെ ഗൗതം അതാണോ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടിപ്പോയത്. അഭിരാമിയെക്കുറിച്ച് ചോദിച്ചിട്ട് ഒരു വാക്ക് പോലും ഗൗതം പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താ? അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഇനിയിപ്പോൾ പുഷ്പേട്ടൻ കണ്ട പോലെ അവള് പ്രഗ്നന്റ് ആണോ, അവളെ വല്ല ഡെലിവറിക്കും കൊണ്ടുപോയിക്കുന്നതാണോ, അതാണ് ഗൗതം ഇങ്ങനെ ഓടിപ്പിടിച്ച് പോയേക്കുന്നത്. നന്ദയ്ക്ക് ഇതൊക്കെ നന്ദയോട് പറയണോ എന്നൊരു ടെൻഷനായി പിങ്കിക്ക്. പറയാതിരുന്നിട്ട് കാര്യമില്ല, നന്ദയോട് പോയി പറയാം. കാര്യം എന്താന്ന് അറിയണമല്ലോ. അങ്ങനെ നന്ദയുടെ അടുത്തേക്ക് ചെല്ലുക. ഈ സമയം നന്ദ വല്ലാതെ ടെൻഷനിലിരിക്കുമായിരുന്നു. പിന്നീട് പിങ്കി എന്നിട്ട് അഭിരാമിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. ഗൗതം ഹോസ്പിറ്റലുണ്ടെന്നും ഇങ്ങനെ കണ്ടെന്നൊക്കെ. ഇത് കേട്ടപ്പോൾ പിങ്കി, നീ വെറുതെ കള്ളം പറയലെന്ന് പറയണം. കള്ളമല്ല, സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, ശരി ഇപ്പൊ തന്നെ ഞാൻ ഗൗതം സാറിനെ വിളിച്ച് ചോദിച്ചിട്ടുള്ളതെന്ന് പറയാം. നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ വിളിച്ചു ചോദിക്കാണ്ട്. എന്റെ പൊന്നെ, നീ അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ ചെല്ലുമ്പോൾ അവിടെ ഗൗതം കാണുമോ? ഗൗതം അവിടെ നിന്ന് മാറില്ലേ? അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, നമുക്ക് നേരിട്ട് പോയി അന്വേഷിക്കാന്ന് പറയാം. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, അത് ശരിയാവോ? അത് ശരിയാവും, നീ ധൈര്യമായിട്ടിരിക്കുക, ഞാനില്ലേ കൂടെ. അല്ല നീയും കൂടെ എൻ്റെ കൂടെ വരുമോന്ന് ചോദിക്കണം.
ഞാനും വരാം, നമുക്ക് നേരിട്ട് പോയി ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാം. അങ്ങനെ ഗൗതമിന്റെ കൂടെ ആ പെണ്ണുണ്ടെങ്കിൽ അത് മിക്കവാറും അഭിരാമി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ രണ്ടുപേരും കള്ളത്തരം നമുക്ക് പൊളിച്ചെടുക്കണ്ടേന്ന് ചോദിക്കാം. ശരിയാ, നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഞങ്ങൾ പോവാണ്. ഈ സമയത്ത് അർജുൻ കണ്ടു നന്ദയും പിങ്കിയും കൂടെ ഇറങ്ങിപ്പോന്നേ. ഇവരിത് എങ്ങോട്ടാ പോലും പോകുന്നേ? എങ്ങോട്ടോ രണ്ടുപേരും കൂടെ പോകുന്നുണ്ട്. പെട്ടെന്ന് ഇന്ന് ലക്ഷ്മിയോട് ചോദിച്ചു, അല്ല അമ്മായി, നന്ദയും പിങ്കിയും കൂടെ എങ്ങോട്ട് പോയാലാ നിൽക്കുക? അല്ല പുറത്തു വരെ പോവാന്നാ പറഞ്ഞെന്ന് പറയണ. ഇത് കേട്ടപ്പോൾ അർജുൻ എന്തോ ഒരു പന്തികോട് തോന്നി. ഇവർ രണ്ടുപേരും ഒന്നിച്ചിങ്ങനെ കൂട്ടുകൂടി പോണെങ്കിൽ അതിനകത്ത് എന്തോ ഒരു കഥയില്ലാതില്ല. വെറുതെ ഇവർ രണ്ടുപേരും ഇങ്ങനെ പോകാൻ പോകുന്നില്ല. അപ്പൊ അത് എന്താന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ അർജുൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇവരെ ഫോളോ ചെയ്ത് പോവാം. ഇവര് എങ്ങോട്ടാ പോണേന്ന് അറിയാലോ. അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഈ സമയം നന്ദയുടെ നെഞ്ച് പടപട ഇടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ ഗൗതം സാർ തന്നെ വഞ്ചിച്ചോണ്ടിരിക്കുവാണോ? പിങ്കി പറഞ്ഞൊക്കെ ശരിയാണെങ്കിൽ അഭിരാമി പ്രഗ്നന്റാ. അവൾക്ക് ഡെലിവറിക്ക് വേണ്ടി എങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ലീവ് എടുത്തിരിക്കുന്നത്. കുടുംബത്തിലെല്ലാവരുടെ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിരിക്കുന്നത്. അതോടൊത്ത് സമനില തെറ്റിയ പോലെയാണ് രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഒട്ടും മോശമല്ലായിരുന്നു പിങ്കിയുടെ അവസ്ഥ. പിങ്കിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. ഗൗതം മറ്റൊരു പെണ്ണിനോടൊപ്പം കഴിയാന്ന് പറഞ്ഞാൽ പിങ്കിയെ സംബന്ധിച്ചോളം വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണല്ലോ നന്ദയുമായിട്ട് ആദ്യ രാത്രി ആഘോഷിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ ബെഡ്ഷീറ്റ് പോലും കത്തിച്ച് കളഞ്ഞത്. അപ്പോഴാണ് വേറൊരു പെണ്ണിൻ്റെ കൂടെ ഗൗതനെ കണ്ടെന്നറിഞ്ഞത്. അതും ആ പെണ്ണ് പ്രഗ്നന്റും കൂടെ എന്നറിയുന്നത്. പിങ്കിക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഈ വിവരങ്ങളൊക്കെ അറിയാനായിട്ട്. അങ്ങനെ റിസപ്ഷനിൽ ചെന്നു. റിസപ്ഷനിൽ ചെന്നിട്ട് അഭിരാമിയെക്കുറിച്ച് ചോദിക്കുകയാണ്. അഭിരാമിയുടെ പേര് പറഞ്ഞു ഒരുപക്ഷെ അവൾ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അറിയാൻ സാധിക്കുമല്ലോ. അങ്ങനെ അഭിരാമിയുടെ പേര് പറഞ്ഞു നോക്കുകയാണ്. അപ്പൊ റിസപ്ഷനും ചോദിച്ചു, അഭിരാമി ഗൗതമാണോ മാഡം ചോദിക്കുക. ഇത് കേട്ടോ നന്ദയും പിങ്കി ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചിരിക്കുക. അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നീട് അവർ പറഞ്ഞു, അതെ പ്രസവ വാർഡിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു പറയാ. ഇത് കേട്ട തകർന്ന് തരിപ്പണമായിട്ട് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഒരു നിമിഷം നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നേ. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അഭിരാമിയെ നേരിട്ട് കാണുമോ അതോ ഇനിയിപ്പം അതിനു മുമ്പ് അർജുൻ ഹോസ്പിറ്റലിലേക്ക് എത്തി അഭിരാമി ആരാന്നുള്ള സത്യമൊക്കെ അർജുൻ തിരിച്ചു വരുമോ എന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.